RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഫീനയെ കുറിച്ചാണ്. ബ്രസീലിലെ റഫീന അല്ല, ബാർസലോണയുടെ റഫീന. അതെ, ബാർസലോണയുടെ സ്വന്തം റഫീനയെ കുറിച്ച്. 2022 50 മില്യൺ ചെലവഴിച്ചിട്ടാണ് ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് ബാർസലോണയ്ക്ക് റഫീനയെ കൊണ്ടുവരുന്നത്. റഫീനയെ കൊണ്ടുവരാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്മർ ജൂനിയറിന്റെ ഒരു വിടവാങ്ങൽ ഉണ്ടായിരുന്നു ബാർസലോണയിൽ നിന്ന് പാരീസിലേക്ക് പോയത്. ആ സമയത്ത് ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടി ബാർസലോണ അങ്ങനത്തെ ഒരു പ്ലെയറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടീനെ ആദ്യം കൊണ്ടുവന്നു, പിന്നെ ഗ്രേസ്മാനെ കൊണ്ടുവന്നു, അതിനുശേഷം ഡെമ്പലെ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ ട്രൈ ചെയ്തിട്ട് അവസാനമാണ് റഫീനയെ 50 മില്യൺ ബാർസയിലേക്ക് കൊണ്ടുവരുന്നത്. ബാർസയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ബ്രസീലിന്റെ ഒരു ഇത് വേണം, ആ ഒരു വിങ്ങിൽ കളിക്കാൻ ബ്രസീലിന്റെ നെയ്മറിന് പകരക്കാരനായിട്ട് ഒരാളിനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് റഫീനയെ കൊണ്ടുവന്നത്. റഫീനയെ കൊണ്ടുവന്നു. നെയ്മറിന്റെ വിടവ് നികത്താനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു ബാർസയ്ക്ക്. അത് കുട്ടീനോ, ഡെമ്പലെ, നമ്മുടെ ഇവർക്കെല്ലാം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇമ്പാക്ട് അതെ, അതാണ് പറ്റിയത്. അപ്പോ റഫീനയെ ബാർസയിലേക്ക് കൊണ്ടുവന്ന് അവർ സാധാ ഒരു പ്ലേയേഴ്സ് കളിക്കുന്ന ആ ഒരു നിലവാരത്തിൽ റഫീന കളി തുടങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ സീസണിൽ ഹൻസി ഫ്ലിക്ക് ബാർസയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ നിക്കോ വില്യംസിന് വേണ്ടിയിട്ട് ബാഴ്സ ആരാധകർ വരെ റഫീനയെ വിൽക്കണം എന്ന് പറഞ്ഞിട്ട് മുറവിളിയും ബാനറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് റഫീനയ്ക്കും വല്ലാണ്ട് ഇതായിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ടീമിൽ ഫോമില്ല, ടീമിന് വിൽക്കാനുള്ള സെലൗട്ടിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തു, സെലൗട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്തു. ഈ സീസണിൽ കളിക്കില്ല, 2024-25 കളിക്കില്ലെന്ന്. അപ്പോഴാണ് ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻകാരൻ കോച്ച് ബാഴ്സയിലേക്ക് വരുന്നത്. ബാഴ്സയിൽ വന്ന് റഫീനയായിട്ട് സംസാരിച്ചു. ചങ്ങായി ഒരുപാട് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എന്നെ ഇപ്പോഴത്തെ റഫീനെ ആക്കിയത് ഹാൻസി ഫ്ലിക്ക് ആണ്. ഹാൻസി ഫ്ലിക്കിന്റെ ആ ഒറ്റ ഇമ്പാക്റ്റിലാണ് ആൾ ഇങ്ങനെ കളിച്ചത്. അങ്ങനെ വില്യംസ് ക്ലബിലേക്ക് വരാൻ തയ്യാറാവുകയും ബാഴ്സയ്ക്ക് വേറെ വഴിയില്ലാതെ റഫീനെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചൊരു തീരുമാനം ഉണ്ടല്ലോ, അത് ഈ 2025 ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പ്ലെയർ ചില വേൾഡിൽ തന്നെ നമുക്ക് നോക്കാം. വേൾഡിൽ തന്നെ ഇപ്പൊ നോക്കി കഴിഞ്ഞാലും ഇപ്പോ റഫീനയെ പോലെ ഒരു പ്ലെയർ കളിക്കാൻ ഇപ്പൊ ഇല്ല. ഈ ഒരു സീസണിൽ റഫീന ആ ഒരു നിലവാരത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ അറിയില്ല, ഒരു നല്ലൊരു പണിക്കാരന്റെ ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അത് മിനുക്കി എടുക്കുന്നത്, അതാണ് ഹാൻസി ഫ്ലിക്ക് റഫീനയെ വെച്ച് ചെയ്തത്. എന്തൊരു ഇമ്പാക്റ്റും എന്തൊരു പാഷനും എന്തൊരു ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് എന്താണെന്നറിയാം, ആ ബാഴ്സയുടെ രക്തസിരകൾ ഓടുന്ന പോലുള്ള ഒരു ഇമ്പാക്ട്. ഒരു പ്ലെയർ ഒരു ക്ലബിന്റെ ഇതിനായിട്ട് പണി ചെയ്യാണ്, ഒരു ചെസ്റ്റിന്റെ ബാജിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് റഫീനയാണ്. റഫീന അത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ജീവൻ കൊടുത്ത് കളിക്കുന്ന വെച്ചാൽ ജീവന് കൊടുത്ത് കളിക്കുന്നതാണ് റഫീന പറയുന്നത്. ഹൈ സീസണിന്റെ അപാര റണ്ണിംഗ് ഒക്കെയാണ്, റണ്ണിംഗ് എബിലിറ്റി ഒക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. അത് പ്രസിംഗിലൊക്കെ ഏറ്റവും കൂടുതൽ ആ വിങ്ങില് എവിടെ ഡിഫൻസ് വരെ നിൽക്കുന്നതാണ്. ഡിഫൻസിൽ കയറി ബാളിനെ കുറച്ച് ഫ്രണ്ടിൽ പോയപ്പോ ഡിഫൻസീവ് വന്ന് അതെ, അത് എല്ലാവിടെ എത്തി കളിക്കുന്നുണ്ട്. അതേപോലെ റണ്ണിംഗ് എബിലിറ്റി ഭയങ്കരമാണ്, അടിപൊളിയായിട്ട് റണ്ണിംഗ് ആണ്. അതേപോലെ എതിർ ടീമിന്റെ ഡിഫൻസ്മാരിനെ പ്രഷർ ചെയ്യാനും അതിന് ഭയങ്കരമായിട്ട് ഇപ്പൊ ഇമ്പാക്റ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് തുടക്കം പറഞ്ഞ പോലെ ഇത് ബ്രസീലിന്റെ റഫീന അല്ല, ബാഴ്സയുടെ റഫീന. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ സീസണിൽ ബാഴ്സയുടെ റഫീനയാണ്. അത് അത്രയും നന്നായിട്ട് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ബ്രസീലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആൾ അത്ര വലിയ ഇതൊന്നും നേടിയിട്ടില്ല. അവസാനം കടന്ന മത്സരങ്ങളിലൊന്നും അത്ര വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ ചിലപ്പോ നല്ലൊരു കോച്ച് വന്നു കഴിഞ്ഞാല് ചിലപ്പോ റഫീനന്റെ കയ്യിൽ കിട്ടിയപ്പോ ഹാൻസി ഫ്ലിക്ക് ഉണ്ടാക്കിയെടുത്ത പോലെ ബ്രസീൽ നല്ലൊരു കോച്ച് വന്നു കഴിഞ്ഞാല് തീരാവുന്ന പ്രശ്നമാണ്. റഫീനയായിട്ട് ബ്രസീലിൽ കളിച്ചാലുണ്ടല്ലോ, അത് ബ്രസീലിന് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഫോമില്ലായ്മയും അതെ, അത് ഉണ്ടെങ്കിൽ ഏകദേശം ഇപ്പൊ അഞ്ചലോട്ടി ഇപ്പോ ഏകദേശം ഉറപ്പാന്ന് വിചാരിക്കുന്നു. അഞ്ചലോട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ റഫീനയെ എടുത്ത് കളിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ റഫീന ബ്രസീലിന് വേണ്ടിയും ഇതേ ഫോം എടുത്തു കഴിഞ്ഞാൽ ബ്രസീലും വേറെ ലെവലിലേക്ക് എത്തും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പൊ ഈ അവസാന ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ബാഴ്സയിൽ ചെറിയതായിട്ട് ആളൊരു ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതെ, ആ പഴയ ഫോമിലേക്ക് ഇപ്പൊ തിരിച്ചെത്തിയെന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, ഇനിയുള്ള കളികളിൽ കാണാം. അപ്പോ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ഒരു റെക്കോർഡ് റഫീന ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു? ഏറ്റവും ഗോൾസും അസിസ്റ്റും കൂടിയിട്ടാണ് 19 ഗോൾ ആൻഡ് അസിസ്റ്റില് 19 കോൺട്രിബ്യൂട്ട് ചെയ്തു. ഫൈല് നോക്കുകയാണെങ്കിൽ മൊത്തം മെസ്സിയാണ്. 1 2 3 4 5 മെസ്സി ആയിരുന്നു. ഇപ്പൊ റഫീന വന്നിട്ട്
ടോപ്പ് 1 നിൽക്കുന്നത് ഏകദേശം. ഇനി ഇതിന്റെ മുകളിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാല് റഫീനിക്ക് മുകളില് ലെവൻഡോസ്കി ഉണ്ട് 21 ഗോളുമായിട്ട്, ഗോൾ ആൻഡ് അസിസ്റ്റ് ആയിട്ട്. നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് 22 ഗോളായിട്ട്. ഇനി 3 ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ റൊണാൾഡോന്റെ പൊത്തി, അല്ലെങ്കിൽ 2 അസിസ്റ്റോ. അതെന്തായാലും ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗിൽ ഇനി ചുരുങ്ങിയത് ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ ഒരു 3 കളി ഇങ്ങനെ ഉണ്ടാവും. 3 കളി കളിച്ചാൽ റഫീന എന്തായാലും ആ റെക്കോർഡ് തകർക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ റഫീനയുടെ ഈ സീസണിലുള്ള അസിസ്റ്റുകളൊക്കെ കാണണം. എവിടെ നിന്നൊക്കെയാ അസിസ്റ്റ് എന്ന് പറഞ്ഞാല് സെന്ററിന്ന് ലാസ്റ്റ് അത് ഒന്ന്. പിന്നെ അതിനുശേഷം അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. ഇന്നലെ പിന്നെ അത് സെന്ററിന്ന് ലെവൻഡോസ്കിന്റെ ബോൾ എടുത്ത് റഫീനിക്ക് എമീൽ ലമാലിന് അസിസ്റ്റ് ചെയ്ത അസിസ്റ്റ് കണ്ടോ? കർവ് അത് ഡിഫൻഡർ അതാണ് ആ ഒരു അസിസ്റ്റ് ഒക്കെ അടിപൊളി. പക്ഷെ അസിസ്റ്റോട് കൊടുക്കുന്നതൊക്കെ വല്ലാത്തൊരു വൈബിലാണ്. നമുക്ക് റഫീനയുടെ സ്റ്റാറ്റസിലേക്ക് കടക്കാം. ഈ ഗോൾ കോൺട്രിബ്യൂഷനും അസിസ്റ്റൊക്കെ അതിൽ UEFA ചാമ്പ്യൻസ് ലീഗിൽ 11 മത്സരം കളിച്ചിട്ട് 12 ഗോളും 7 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ റെക്കോർഡ് വന്നിരിക്കുന്നത്. പിന്നെ ലാലീഗിൽ 28 മത്സരം കഴിഞ്ഞിട്ട് 13 ഗോളും 10 അസിസ്റ്റും നേടിയിട്ടുണ്ട്. പിന്നെ സൂപ്പർ കോപ്പ 2 കളി കളിച്ചിട്ട് 2 ഗോളും 1 അസിസ്റ്റാണ് ഉള്ളത്. പിന്നെ കോപ്പ ഡെൽ റേയിൽ വന്നിട്ട് 4 കളി കളിച്ചിട്ട് 1 ഗോളും 4 അസിസ്റ്റും. അങ്ങനെ ടോട്ടൽ 45 മത്സരങ്ങളിൽ നിന്ന് 28 ഗോളും 22 അസിസ്റ്റുമായിട്ട് 50 ഗോൾ കോൺട്രിബ്യൂഷൻ ആണ്. അതൊന്നും റഫീനിക്കൊന്നും കഴിഞ്ഞ ഏത് ക്ലബുകളിലും ഏത് സീസണിലും പറ്റാത്തൊരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് അതിൽ പറയാനുള്ള ഹൻസി ഫ്ലിക്കിന്റെ ഒരു ഇതും പിന്നെ ടീംമേറ്റ്സ് കൊടുക്കുന്ന സപ്പോർട്ടും. ഇതേ ഒരു സപ്പോർട്ട് ബാഴ്സലോണ ടീംമേറ്റ്സ് അത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബ്രസീൽ ടീമിൽ അതേപോലെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് റഫീനിയന്റെ ഈ കളി ബ്രസീലിന്റെ മഞ്ഞ കുപ്പായത്തിൽ കാണാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കുറെ കാലങ്ങൾക്ക് ശേഷം ബ്രസീലിനും ബാഴ്സലോണയ്ക്കും ഒരു ബാലൻഡിയോർ വരാൻ ചാൻസ് ഏകദേശം ഒരു 95% ഓക്കെയാണ്. ഈ സീസണിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുക, അല്ലെങ്കിൽ ഒരു ലാ ലീഗ്. ചാമ്പ്യൻസ് ലീഗ് അടിച്ചാൽ തന്നെ ഏകദേശമാണ്. കോപ്പ ഡെൽ റേയിൽ ഒരു കപ്പ് അടിച്ചിട്ട് സൂപ്പർ കപ്പ് അടിച്ചിട്ടുണ്ട്. ലാ ലീഗ് ഉണ്ട്, ലാ ലീഗിൽ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നുണ്ട്. ഇനി 8 കളി അങ്ങനെ ഉള്ളൂ. അതിൽ അതെ റയൽ മാഡ്രിഡ്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും 2 ട്രോഫി കിട്ടുകയാണെങ്കിൽ ഇപ്രാവശ്യം റഫീനിക്ക് ബാലൻഡിയോർ, അതിൽ യാതൊരു സംശയമില്ല. അതില് മത്സരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോ റയലിന്റെ പറയാൻ പറ്റില്ല. റയൽ ഏകദേശം സെമിഫൈനലില് എന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇനിയൊന്നും പറയാനില്ല. ചിലപ്പോ മേ ബി 90 മിനിറ്റ് ആണ്. പക്ഷെ റയലിന് 90 മിനിറ്റ് ഒന്നും വേണ്ട. അവസാനത്തെ ഒരു 10 മിനിറ്റ് ആണ് മതി അവർക്ക് കളി നടാൻ. പക്ഷെ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ റയല് അടുത്ത ഇതിൽ കിടക്കും. അല്ലെങ്കിൽ ഇനിയുള്ള ചാൻസ് ടോപ്പിൽ നിൽക്കുന്ന റഫീനിയനാണ്. അത്ര ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് അവന്റെ മെയിൻ. പിന്നെ അതേപോലെ ഇപ്പോ കോൺട്രിബ്യൂഷനും പിന്നെ ഇതൊക്കെ വെച്ച് എംബാപ്പയ്ക്ക് ഇപ്പൊ ലാലീഗിൽ സെക്കൻഡിൽ നിൽക്കുന്നത്, കോപ്പ ഡെൽ റേയിൽ ഫൈനലിൽ നിൽക്കുന്നുണ്ട്. അതെല്ലാം അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും UCL ഇപ്പോ നല്ല കളിയാണ്. പക്ഷെ ആർസണലിന്റെ ഒപ്പം ക്വാർട്ടർ ഫൈനൽസ് 3-0 ഫസ്റ്റിൽ തോറ്റു നിൽക്കണം. അത് കാരണം ചാൻസസ് കുറവാണ് UCL അടിക്കാൻ. പക്ഷെ ലലീഗയും UCL ചാൻസ് കുറവാണെന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാല് റയലിന് എല്ലാവരും പറയുന്നത് ഇത് ഫുട്ബോൾ ആണ് 90 മിനിറ്റ്. അതൊന്നല്ല, ഇത് ഫുട്ബോൾ ആണ്, റയലാണ്, UCL ആണ്. അതിൽ അവർക്ക് 90 മിനിറ്റ് ഒന്നും വേണ്ട. അവസാനത്തെ 10-15 മിനിറ്റ് മതി. ഇഞ്ചുറി ടൈമിലേക്കാണ് അവർ ചിലപ്പോൾ കളി തിരിക്കുക. അതിന് നമ്മൾ ഒരുപാട് എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കാത്തിരിക്കാം. ബാഴ്സലോണയുടെ മാത്രം റഫീനല്ല, ബ്രസീലിന്റെയും കൂടി റഫീനിയാവാൻ 2026 വേൾഡ് കപ്പിലേക്ക് പോകുന്ന ബ്രസീലിന് അത് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ടാറ്റാ ബൈ ബൈ.